ഹായ്, നമസ്കാരം. എൻ്റെ ജീവിതത്തിലേക്ക് സുസ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായി അല്ലേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട്. കുറച്ച് ദിവസം എന്ന് ചോദിച്ചാൽ ഒരാഴ്ചയോ രണ്ടാഴ്ചയല്ല, ഒരു 3-4 ദിവസം. അപ്പം നമുക്ക് കുറച്ച് സംസാരിക്കാം, പരസ്പരം സംസാരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ സംസാരിക്കുമ്പോൾ നിങ്ങൾ കമൻ്റ് രൂപത്തിൽ മെസ്സേജ് അയക്കണം കേട്ടോ. ഇന്നെല്ലാവർക്കും നമ്മളെ വടക്കേ മലബാറിൽ, പ്രത്യേകിച്ച് കണ്ണൂർ അല്ലേ, റെഡ് അലർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് കാലാവസ്ഥ ഇന്ന് മഴ കൂടുതലായിട്ട് ശക്തമായിട്ടുണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മഴ ശക്തമായിട്ടുണ്ടാകുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇന്ന് സ്കൂളുകൾക്ക് അവധി കൊടുത്തായിരുന്നു. അവധി കൊടുത്തിട്ട് നോക്കുമ്പോൾ മഴയുമില്ല, വെയിൽ, പേരും ചൂടും. എങ്ങനെയുണ്ടാവും കാര്യങ്ങൾ? അങ്ങനെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ അവധി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂൾ തുറക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു തമാശയായിട്ട് എടുത്താൽ മതിയേ. കലക്ടർ എപ്പോഴും അവധി കൊടുക്കുമ്പോൾ അതിൻ്റെ അന്ന് പിന്നെ മഴയുണ്ടാവില്ല. അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇതുവരെയായിട്ട് ഈ സമയം വരെ ഏകദേശം ഉച്ച സമയമായി. ഈ സമയം വരെയായിട്ട് മഴയേ ഉണ്ടായിട്ടില്ല. നല്ല കാലാവസ്ഥയാണ്. പക്ഷെ മഴക്കാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും മഴയില്ല, നല്ല വെയിലുമുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണാം, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ല വെയിലുമുണ്ട്, നല്ല ആകാശം, പ്രകൃതിയെല്ലാം മനോഹരം തന്നെ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത്. പിന്നെ വേറെ ഒരു സങ്കടം, ഒരു വാർത്ത കണ്ട് നമ്മളെ ഉത്തരാഖണ്ഡിൽ അല്ലേ, ഉരുൾപൊട്ടിയിട്ട് ഒരുപാട് വീടുകൾ, ഹോട്ടലുകൾ, മനുഷ്യവാസമുള്ള സ്ഥലങ്ങൾ കംപ്ലീറ്റ് ഒലിച്ചുപോയി. അതിൽ എത്ര പേര് മരണപ്പെട്ടോ ഇല്ലയോന്ന് കണക്കെടുക്കാൻ പറ്റാത്ത അവസ്ഥ. മലയാളികൾ ഉൾപ്പെട്ട് വിനോദസഞ്ചാര മേഖലയാണല്ലോ. വല്ലാത്തൊരു ദുരന്തം. ആ ഭാഗത്ത് പല കാലഘട്ടങ്ങളിലായിട്ട് നിരവധി ഇതുപോലുള്ള അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങളുണ്ടായിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇന്നലെ സംഭവിച്ച ഉച്ചക്കാണ് ഈ സംഭവം. അപ്പോൾ വല്ലാത്തൊരവസ്ഥയാണ്. വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുമോന്ന്. അപ്പം വീടുകൾ, വാഹനങ്ങൾ, മനുഷ്യരെല്ലാം, മൃഗങ്ങൾ ഒക്കെ ഉണ്ടാവും. അതെല്ലാം ഒലിച്ചു പോയി. അല്ലെങ്കിൽ മണ്ണിൻ്റെ അടിയിൽ മണ്ണ് നിറഞ്ഞിരിക്കുക. ആ ഓരോ വീടിൻ്റെ എല്ലാം 3/4 ഭാഗത്തോളം മണ്ണ്, അത്രയും ഉയരത്തിൽ മണ്ണ് ഒലിച്ച് നിറഞ്ഞിരിക്കുക. ഇനി എങ്ങനെയാണ് അവരെല്ലാം രക്ഷപ്പെടുത്തുക? എത്ര പേരെ കണ്ടെത്താൻ പറ്റും? ഭയങ്കര ദുഷ്കരമായ സംഭവങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പെട്ടെന്നല്ല ഇങ്ങനെ വരുമ്പം വിധിയാണ്, ഓരോ മനുഷ്യരുടെയും വിധിയാണ്. അതിലെ മനുഷ്യർ, ചെറിയ കുട്ടികൾ വരെ ഉണ്ടാവും അവിടെ താമസിക്കുന്നത്. അതിൽ ആ കുട്ടികളുടെ കർമ്മഫലമാണ് അനുഭവിച്ചത്. അടുത്ത ജന്മം കിട്ടും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്താ ഞാൻ പറയേണ്ടത് അല്ലേ? ഈ ലോകത്ത് ഓരോരോ പ്രശ്നങ്ങളാണ്. അതിലേക്കൊന്നും കടക്കുന്നതല്ല, ഞാൻ വാർത്തകൾ നിങ്ങളോട് സംസാരിക്കുന്നതാണ് കാര്യങ്ങൾ. അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ വേറെ നിങ്ങൾക്ക് എന്തൊക്കെ പറയാനുണ്ട്? എൻ്റെ ജീവിതം എന്ന യൂട്യൂബ് ചാനലിലെ വീഡിയോ ഒക്കെ കാണാറുണ്ടോ നിങ്ങൾ? ഷോർട്സ് ഉണ്ട്, അല്ലാതെ എന്നെക്കൊണ്ട് ആവുന്ന തരത്തിൽ ഞാൻ വ്ളോഗ് ഞാൻ അവതരിപ്പിക്കാറുണ്ട്. ഇപ്പം കുറച്ച് ദിവസങ്ങളായി മഴയുടെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് യാത്രകൾ ചെയ്യാത്തത്. അപ്പോൾ ഈ മഴയെല്ലാം മാറി കുറച്ചൊന്ന് ലെവലായി കഴിഞ്ഞാൽ യാത്രകളുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വീഡിയോ നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിക്കും. അപ്പോൾ നിങ്ങളെന്താ വേണ്ടതെന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്യുക. ചാനലിൻ്റെ പേര് എൻ്റെ ജീവിതം എന്നാണ്. അപ്പം ആരും മറക്കരുത് എൻ്റെ ജീവിതം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അത് നോക്കി നല്ല വെയിൽ വന്നില്ലേ, കാഴ്ചകൾ.
വെയിൽ, നല്ല വെയിലാണ്, മഴയേ ഇല്ല. ഇന്ന് കലക്ടർ എപ്പോഴും അവധി കൊടുത്ത് പറ്റിച്ച് കളിക്കാം. മഴ ഇന്ന് വരും നാളെ വരും, ഇന്ന് വരും നാളെ വരും, നാളെ നല്ല മഴയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇന്ന് വെയിലോട് വെയിലാണ്, മഴയില്ല. അപ്പോൾ പിന്നെന്താ പറയേണ്ടത്, നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ വിജയം. എൻ്റെ ജീവിതം എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും കാണുക, പ്രോത്സാഹിപ്പിക്കുക. ഷോർട്സ് ഉണ്ട്, അല്ലാതെ വീഡിയോ ഉണ്ട് കേട്ടോ. നല്ല നല്ല വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇനിയും വരാൻ ഞാൻ തനി നാടൻ ഭാഷയിൽ സംസാരിക്കണമെന്നുണ്ട്. പക്ഷെ ചിലപ്പം അച്ചടി ഭാഷ വന്നു പോകും. എങ്ങനെയാണ് എൻ്റെ ഭാഷ എന്നറിയില്ല നിങ്ങൾക്ക്. അപ്പോൾ തനി കണ്ണൂർ ഭാഷയിൽ തന്നെ ഞാൻ പറയാൻ ശ്രമിക്കാം. ഇപ്പോൾ കണ്ണൂർ ഭാഷയിൽ സംസാരിക്കുമ്പോൾ പറയാം, നമുക്കിനി അങ്ങനെയെല്ലാം തുടങ്ങാം. കണ്ണൂർ ഭാഷയിൽ ഈ ഭാഗത്ത് ഇവിടെ എന്ന് പറയുന്നത് കണ്ണൂരിൽ ഈടാന്നാണ് പറയാം. ഈട ഇഷ്ടംപോലെ പരുന്നുണ്ട്, താണിട്ടാ പറക്കുക. പിന്നെ അതുകൂടാതെ മയിലുണ്ട്. മയിൽ ഒരുപാടുണ്ട്, നമ്മൾ കാണുമല്ലോ. ഇപ്പം കുറച്ച് വീഡിയോ എടുക്കുന്നതിന് മുന്നേ 2-3 മയിൽ ഇവിടെ വന്നായിരുന്നു. അത് മതിലുണ്ട്, ഇതിൻ്റെ പിറകിൽ മതിൽ, അതിൻ്റെ അപ്പുറത്തേക്ക് പോയി. ആ വീടിൻ്റെ ഇതാ ഒരു പരുന്ന് കേട്ടോ താഴെ, നിങ്ങൾ കാണിച്ചു തരുന്നില്ല. ഒരു പരുന്ന് അങ്ങനെ പോയി. കൃഷ്ണപ്പരുന്നുണ്ട്, അതായത് കഴുത്തിന് വെള്ളയുള്ള, കഴുത്തിന് വെള്ളമുണ്ട്, നല്ല ഭംഗിയായിരിക്കുന്നതാണ്. അങ്ങനത്തെ പരുന്തുകൾ അതുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങളുടെ നാട്ടിലെങ്ങനെയാണ്? ഉണ്ടാവും. അപ്പം എല്ലാവരും ഞാൻ ഒരിക്കൽ കൂടി പറയാം, എൻ്റെ ചാനലൊന്ന് പ്രോത്സാഹിപ്പിക്കുക. എൻ്റെ ജീവിതം എല്ലാവരും കാണാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പം മഴ മാറി വെയിൽ വന്നാൽ അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും. സുന്ദരമായിട്ട് നമുക്ക് എൻ്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടും പരിപൂർണമായ വിശ്വാസവും എനിക്കുണ്ടാകുമെന്ന് വിചാരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ച ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ.